നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഈ ഭാഗമാണ് കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ യാക്കോബ് പറയുന്നത് പ്രവൃത്തിയെക്കുറിച്ചാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പ്രവൃത്തി കൂടാതെ വിശ്വാസം കണക്കിട്ടുകൊണ്ട് നീതീകരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമുക്ക് റോമലേഖനം 4-ാം അധ്യായം ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. പൗലോസ് റോമാലേഖനത്തിലൊക്കെ പഠിപ്പിക്കുന്നത് പ്രവൃത്തി കൂടാതെയുള്ള ദൈവത്തിന്റെ നീതീകരണം, വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണം. എന്നാൽ യാക്കോബ് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. യാക്കോബ് പറയുന്നത് പ്രവൃത്തിയെക്കുറിച്ചാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല പറയുന്നത്. വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു വ്യക്തിയുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താലാണ്. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ യാഗമാക്കി നൽകി. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം തൻ്റെ പാപത്തിനു വേണ്ടി, അല്ലെ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന് ആരാണോ വിശ്വസിക്കുന്നത് അയാളുടെ വിശ്വാസം അടിസ്ഥാനമാക്കി ദൈവം അദ്ദേഹത്തെ നീതീകരിക്കുന്നു, ദൈവം അദ്ദേഹത്തെ രക്ഷിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. അത് തന്നെയാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ യാക്കോബ് പറയുന്നത് എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന, ഏറ്റവും കൂടുതൽ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം. കാരണം ഈ വിശ്വാസം എന്നുള്ള ഒരു കാര്യം നമുക്ക് ബാഹ്യമായി അളക്കാൻ പറ്റുന്നതല്ല. ഒരാൾ പറയാണ് എനിക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ ഉടനെ എനിക്ക് അത് അളക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ട്, പക്ഷെ നമുക്കറിയാം അദ്ദേഹം പ്രാർത്ഥിക്കും, നമ്മൾ കാണാറില്ല, അദ്ദേഹത്തിന് വീട്ടുകാർ കാണാറില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് പ്രാർത്ഥനാ ജീവിതമില്ല. എന്നാൽ വിശ്വാസത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെയല്ല. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമുക്ക് ആ വിധത്തിൽ അളക്കാൻ പറ്റത്തില്ല. അപ്പോ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്നാണ് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുന്നത്. 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അവിടെ യാക്കോബ് പറഞ്ഞു തുടങ്ങുന്നത് പ്രവൃത്തിയെക്കുറിച്ചല്ല. യാക്കോബ് പറഞ്ഞു തുടങ്ങുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരാള് അവകാശവാദം മുഴക്കുന്നു, അയാൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ യാക്കോബ് ചോദിക്കുന്നത് അത് ശരിയായ വിശ്വാസമാണോ, ശരിയായ വിശ്വാസമാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രവൃത്തി അതിനോട് ചേരുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന വിശ്വാസത്തിന് അയാളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതായത് പ്രവൃത്തി ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, യഥാർത്ഥ വിശ്വാസത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൽ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി ഇല്ലാതെ അവകാശവാദം മാത്രം മുഴക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസം അല്ല. നമുക്കറിയാം ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് വിശ്വാസം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എല്ലാവർക്കും വിശ്വാസം ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് വിശ്വാസം. എന്നാൽ കേവല വിശ്വാസം മാത്രം പോരാ, യഥാർത്ഥമായ വിശ്വാസം വേണം. അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കും. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? 17-ാമത്തെ വാക്യം കൂടി വായിക്കും. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. നിർജീവ വിശ്വാസം, മരിച്ച വിശ്വാസം, ശരിയല്ലാത്ത വിശ്വാസം. ഇവിടെ യാക്കോബ്
ഒരു ഉദാഹരണം എടുക്കുക. യാക്കോബ് പറഞ്ഞു വരുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ഉദാഹരണം എടുക്കുക. ഒരു സാധുവായ ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഈ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള സ്ഥലമാണ് ചിന്തിക്കുക. പ്രത്യേകിച്ചും ഇസ്രായേലിലൊക്കെ തണുപ്പ് സമയത്ത് വലിയ തണുപ്പാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ദരിദ്രനായ മനുഷ്യൻ ഒരു വിശ്വാസിയുടെ അടുക്കൽ വരികയാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അറിയുന്നത്? അവന് ഭക്ഷണം ആവശ്യമാണ്. അതുപോലെ ഈ തണുപ്പത്ത് അവന് ചൂട് ആവശ്യമാണ്. എൻ്റെ വിശ്വാസമാണത്. എന്താണ്? അവന് ഭക്ഷണം ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവന് ചൂട് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണ്ണമായി എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അളക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് വെച്ചോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് വെച്ചോ അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്തത് വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ട്. ഒരു ദരിദ്രനായ മനുഷ്യൻ അവിടെ വന്നപ്പോൾ അയാള് എന്ത് ചിന്തിച്ചു? ഈ ദരിദ്രന് ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, അദ്ദേഹത്തിന് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആരാഗ്രഹിച്ചു? ഈ ഉപദേശിച്ചു കൊടുക്കുന്ന ആൾ ആഗ്രഹിച്ചു. അതുകൂടാതെ അയാൾ ഉപദേശിച്ചും കൊടുത്തു. എന്താണ്? നമ്മൾ തമാശയായിട്ട് പറയുന്ന പോലെ ഉപദേശം ഫ്രീ ആണെന്ന് പറയുന്ന പോലെ ഉപദേശം കൊടുത്തു. എന്താണ്? സമാധാനത്തോടെ പോയി തീ കായേ, നീ വിശപ്പടക്ക്. ഇതാണ് വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തണം. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ വലിയ വിശ്വാസിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ എന്ത് വെച്ചാണ് നമ്മളത് തെറ്റിദ്ധരിച്ചത്? എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എന്നെ പുലർത്തും എന്ന് ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് പാട്ടുപാടുന്നു. എനിക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിലുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വലിയ താല്പര്യം എനിക്കുള്ള ആളല്ല. ഈ അവകാശവാദങ്ങൾ മുഴക്കുന്നത്, ദൈവം നമ്മളെ പുലർത്തും, അപ്പോൾ എല്ലാവരും കൂടി ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറയാം, അതിനൊരു പ്രത്യേക പാട്ട്, അത് തെറ്റായിട്ടൊന്നുമല്ല. പക്ഷെ അതാണ് വിശ്വാസം എന്നാ ചിന്തിക്കുന്നത്. അതാണ് യാക്കോബ് പറയുന്നത്. അതല്ല വിശ്വാസം. അവിടെ യാക്കോബ് പറയുന്നത്, നിന്റെ അടുക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ വസ്ത്രമില്ലാതെ, തണുപ്പിന് ആവശ്യമായ വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ വന്നാൽ നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അയാൾക്ക് ഇതൊക്കെ ആവശ്യമാണ് എന്നാണെങ്കിൽ നീ തെറ്റിദ്ധരിക്കുന്നത് നിനക്ക് വിശ്വാസമുണ്ടെന്നാണ്. അത് വിശ്വാസം അല്ല. അത് പ്രവൃത്തിയിലേക്ക് വരണം. എന്താണ് പ്രവൃത്തി? അവിടെ പ്രവൃത്തി ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ തണുപ്പ് അകറ്റാൻ വസ്ത്രം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്ന വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി മാറുന്നത്. നമ്മുടെ കോണ്ടക്സിൽ ഞാൻ ഏറ്റവും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് നമ്മളെ പുലർത്തുന്നത് എന്നുള്ള നമ്മുടെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും അത് പറയാൻ ഇഷ്ടമാണ്. ചില ആളുകൾ ട്രെയിൻ കിട്ടിയോ? ആ ദൈവകൃപയാൽ കിട്ടി. പാസ്സായോ? ദൈവകൃപയാൽ പാസ്സായി. നന്നായിരിക്കുന്നു. ആ ദൈവകൃപയാൽ നന്നായിരിക്കുന്നു. അതൊക്കെ നല്ലതാണ്. പക്ഷേ സത്യത്തിൽ അത്ര ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആയ ഒരു ലൈഫാണോ നമുക്ക്? കൃപ കൃപ എന്ന വാക്ക് കുറെ നമ്മൾ ആവർത്തിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത കൂടുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറെ കൃപ കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പം മാത്രമാണ് നമുക്ക് യഥാർത്ഥ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. അവകാശവാദങ്ങൾ കുറെ കുറയ്ക്കണം. നമ്മളെല്ലാം സ്തോത്രം ഹല്ലേലൂയയും കൃപയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ഈ ഒളിച്ചു വെക്കുന്ന ഒരു യഥാർത്ഥ സ്വഭാവമുണ്ട്. അതറിയണമെങ്കിൽ ഇതൊക്കെ വിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് കുറച്ച് ഈ ആത്മീയമില്ലാത്ത അവിശ്വാസിയുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് നമ്മുടെ തനി സ്വരൂപം അല്ലെങ്കിൽ യഥാർത്ഥമായ അവസ്ഥ വെളിപ്പെടുകയുള്ളൂ. ഞാൻ പറയുന്നത് ദൈവമാണ് നമ്മളെ പുലർത്തുന്നത് എന്നുള്ള വിശ്വാസം. സത്യത്തിൽ ആരാണ് നമ്മളെ പുലർത്തുന്നത്? അത് നമ്മുടെ ആത്മീയ ഭാഷയൊക്കെ കളഞ്ഞിട്ട് ശാന്തമായി ഒന്ന് ഇരുന്ന് ചോദിക്കാമെങ്കിൽ
നമ്മുടെ ഉള്ളം പറഞ്ഞു തരും. ജോലിയാണോ, ബാങ്ക് ബാലൻസ് ആണോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഗവൺമെന്റ് ആണോ, ഇപ്പോഴുള്ള ഗവൺമെന്റ് മറിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറും, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ, ഇതൊക്കെയാണോ എന്ന് തെളിയിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, യാക്കോബ് പറയുന്നത് പ്രവൃത്തിയെക്കുറിച്ചല്ല, വിശ്വാസത്തെക്കുറിച്ചാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയെ ഒഴിവാക്കിക്കൊണ്ടുള്ളതല്ല, അതിൽ പ്രവൃത്തി ചേർന്നിരിക്കുകയാണ്. ദൈവമാണ് എന്നെ പുലർത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അതിലൊരു പ്രവൃത്തിയുണ്ട്. എന്താ പ്രവൃത്തി? ഒരു പക്ഷെ ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് പൊളിഞ്ഞു, അല്ലെങ്കിൽ ആ ബാങ്കിലെ പൈസയും കൊണ്ട് അവർ ഓടിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഞാൻ തലകറങ്ങി വീഴാതിരിക്കുന്നതാണ് പ്രവൃത്തി. അപ്പൊ പ്രവൃത്തിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിശ്വാസമാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. യാക്കോബ് അതിനൂന്നൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. അങ്ങനെ അല്ലാത്ത വിശ്വാസത്തിന് ഒരാളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതായത് പ്രവൃത്തിയുള്ള വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസത്തിന് മാത്രമേ ഒരാളെ രക്ഷിക്കാൻ കഴിയൂ. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. വിശ്വാസം തുടങ്ങുന്നത് ബുദ്ധിപരമായിട്ടായിരിക്കും, പക്ഷേ അത് മുന്നോട്ട് പോകുന്തോറും അനുഭവമായിട്ട് മാറുകയാണ്. ഇപ്പോ റെജി ബ്രദർ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ എനിക്ക് പരിചയപ്പെടുത്തി തരിക. എന്നിട്ട് പറയാണ്, ബിജു ഇതെന്റെ സ്നേഹിതനാണ്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ റെജി ബ്രദർ പറഞ്ഞ വാക്ക് ഞാൻ ബുദ്ധി കൊണ്ട് എടുത്തിട്ട് ഞാൻ വിശ്വസിക്കുക, അയാളെ വിശ്വസിക്കാൻ കൊള്ളാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഒരു പണിയേൽപ്പിക്കുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ബുദ്ധിപരമായിട്ടുള്ള മനസ്സിലാക്കലല്ല, എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാം. അപ്പൊ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു, ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമായിരിക്കാം, കേൾവിയിൽ നിന്നുള്ള വിശ്വാസമായിരിക്കാം. എന്നാൽ മുന്നോട്ട് പോകുന്തോറും ആ വിശ്വാസം എൻ്റെ ജീവിതമായി മാറുന്നു. അതാണ് ശമരിയക്കാരി സ്ത്രീ ചെന്ന് ആളുകൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആളുകളൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവർ പറഞ്ഞ വാക്കുണ്ട്, ആദ്യം നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, ഇപ്പോൾ ഞങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസം. അത് കർത്താവിനോടുകൂടെ നടന്ന് ദൃഢമായി തീരുകയാണ്. അതൊരു പ്രോഗ്രസീവ് ഫെയ്ത്ത് ആണ്. അത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നാൽ ഉണ്ടാകുന്നതല്ല. അത് കാലങ്ങൾ കൊണ്ട് കർത്താവിനോട് കൂടെ നടന്ന് ദൃഢീകരിക്കപ്പെടുന്നതാണ്. അതിനെ വഞ്ചിക്കാനാണ് ഇമാജിനറി ഫെയ്ത്ത്, സാങ്കല്പിക വിശ്വാസം വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്താണ്? ചിന്തിക്കുന്ന വിശ്വാസം, ആഗ്രഹിക്കുന്ന വിശ്വാസം, ഉപദേശിച്ചു കൊടുക്കുന്ന വിശ്വാസം. ഇതൊക്കെ വെച്ച് നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു. കർത്താവ് രണ്ടാമത് വരും, ഒരു സംശയവും ഇല്ല. പക്ഷേ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് എങ്ങനെ അറിയുന്നേ? എൻ്റെ ജീവിതം കൊണ്ടാണ്. ഞാൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയെ പോലെ അല്ല ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഈ കർത്താവ് രണ്ടാമത് വരുമെന്നുള്ള അവകാശവാദം, അത് രണ്ടാമത് വരുന്നു മാത്രമല്ല, വേഗത്തിൽ വരും, ഹീസ് കമ്മിങ് വെരി സൂൺ എന്നും കൂടെ പറയുമ്പോൾ അത് തെളിയിക്കപ്പെടുന്ന എൻ്റെ ജീവിതത്തിലൂടെയാണ്. അതാണ് അവിശ്വാസികൾക്കുള്ളൊരു പ്രശ്നം. അവിശ്വാസികൾ പറയുന്നത്, നിങ്ങൾ ഈ നാട്ടുകാരല്ല, നിങ്ങളുടെ കർത്താവ് വേഗത്തിൽ വരുമെന്ന് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നും കർത്താവ് വേഗത്തിലൊന്നും വരത്തില്ല. ഇതാണ് യാക്കോബ് പറയുന്നത്. യഥാർത്ഥ വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ മക്കൾ എല്ലാവരും തന്നെ, യഹൂദന്മാരെല്ലാവരും തന്നെ മശിഹ വരുമെന്ന് വിശ്വസിച്ചവരാണ്. വരുമെന്ന് അവർ വിശ്വസിച്ചു, അവർ കാത്തിരുന്നു. പക്ഷെ യഥാർത്ഥ മശിഹ വന്നപ്പോൾ തിരിച്ചറിഞ്ഞത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം. എന്തായിരുന്നു കാര്യം? അവരുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരുന്നില്ല. അവരുടെ വിശ്വാസം അവരാഗ്രഹിച്ച ചില കാര്യങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ഉയർപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനെ അവിശ്വസിച്ചവരെ കർത്താവ് അവിശ്വാസികളെ
അല്പവിശ്വാസികളെ എന്ന് ശാസിക്കുന്നത്. അപ്പൊ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ അപകടം, വിശ്വാസത്തിലൂടെ മാത്രമാണ് രക്ഷ, പ്രവൃത്തിയിലൂടെ അല്ല. പക്ഷേ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് പ്രവൃത്തിയാണ് തെളിയിക്കുന്നത്. അതാണ് യാക്കോബ് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അത് ആൾക്കാരെ കാണിക്കാനല്ല, ഏറ്റവും കൂടുതൽ ഞാൻ പരിശോധിക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കാൻ 10, 20, 30, 40, 50 വർഷം പറ്റും. എനിക്ക് ഉപദേശിക്കാൻ ഒരു നീണ്ട വർഷങ്ങളുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിച്ചതും ഉപദേശിച്ചതും പ്രാവർത്തികമാക്കാൻ വീണ് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും ഇല്ല. വല്ലപ്പോഴുമാണ് ജീവിതത്തിൽ അത് കടന്നു വരുന്നത്. ഞാൻ 40 വർഷം 50 വർഷം പഠിപ്പിച്ചിട്ട് ഞാൻ ചിന്തിച്ചു, ആ പഠിപ്പിച്ച കാര്യമൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ 50ാമത്തെ വർഷം ഒരു വിഷയം വന്നപ്പോൾ ഞാൻ തെളിയിച്ചു, ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. അതാണ് പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നീണ്ട കുറെ വർഷങ്ങൾ, അപ്പോഴല്ല വിശ്വസിച്ചത്, നീണ്ട കുറെ വർഷങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ദൈവം കൊടുത്തു. അപ്പോൾ പ്രവൃത്തിയിലൂടെ അബ്രഹാം തെളിയിച്ചു തന്റെ വിശ്വാസം ജെന്യുവിൻ ഫെയ്ത്ത് ആണ്. ഈ പൗലോസ് പഠിപ്പിക്കുന്നതും യാക്കോബ് പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, വൈരുദ്ധ്യങ്ങളല്ല, ഒരേ കാര്യങ്ങൾ തന്നെയാണ്. വിശ്വാസത്താലാണ് രക്ഷ. പക്ഷേ നമ്മളൊക്കെ പോകുന്ന വലിയ അപകടം, അല്ലെങ്കിൽ പോകാവുന്ന ഒരു അപകടം, നമ്മുടെ വിശ്വാസം ജെന്യുവിൻ ശരിയായൊരു വിശ്വാസമാണോ, നിർജീവമല്ലാത്ത വിശ്വാസമാണോ, ദൈവം പ്രസാദിക്കുന്ന വിശ്വാസമാണോ? അത് തെളിയിക്കപ്പെടുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി കാണിച്ച് തെളിയിക്കുകയല്ല. എന്നാ ഇനി തെളിയിച്ചേക്കാം, ഈ അബ്രഹാം എന്നാ പിന്നെ മകനെ ഞാൻ കഴിച്ചിട്ട് ഞാൻ തെളിയിച്ചേക്കാം എന്നൊന്നും പറഞ്ഞല്ല അബ്രഹാം പോയത്. അബ്രഹാമിന്റെ ആ ഷൂസിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു. ആ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പ്രവൃത്തിയായി പുറത്തു വന്നു. എന്റെ അടുക്കൽ വരുന്ന ഒരു ദരിദ്രൻ, അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്റെ വിശ്വാസം തെളിയിക്കാൻ വേണ്ടിയല്ല എനിക്കുള്ളത് ഞാൻ പങ്കിടുന്നത്, എന്റെ വിശ്വാസം എന്റെ ജീവിതമായതുകൊണ്ട് ഞാൻ പങ്കിടുന്നു. ഇനി വേദപുസ്തകത്തിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുകയാണ്. അത് നോക്കേണ്ടതിന്റെ കാരണം, ആ വിശ്വാസങ്ങൾക്കൊക്കെ ദൈവം കൊടുക്കുന്ന മാർക്ക് 0ആണ്. പക്ഷെ അവനവൻ കൊടുത്തത് 100-ൽ 100ആണ്. അവനവന്റെ ചിന്തയനുസരിച്ച് തങ്ങൾക്ക് വിശ്വാസത്തിന്റെ വിഷയത്തിൽ 100-ൽ 100 കിട്ടി. പക്ഷെ ദൈവം കൊടുത്ത 100-ൽ 0ആണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായം, അവിടെ 28-ാമത്തെ വാക്യം മുതൽ ഒരു മനുഷ്യന് 2 മക്കൾ. അപ്പൻ ഒരു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി നീ വേല ചെയ്യും. അപ്പൊ ഈ 1-ാമത്തെ മകൻ എന്തു പറഞ്ഞു? എനിക്ക് മനസ്സില്ല. 2-ാമത്തെ മകനെ വിളിച്ചു, അവനോട് പറഞ്ഞു, എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി പണി ചെയ്യും. അപ്പൊ അവൻ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ പോകാം അപ്പ. അപ്പൊ 1-ാമത്തെ മകൻ അനുസരണം കെട്ടവൻ, അപ്പനിൽ വിശ്വാസമില്ലാത്തവൻ, ദുഷ്ടനായ മകൻ. അപ്പൻ പറഞ്ഞു എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യും. അപ്പൊ 1-ാമത്തെ മകൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റത്തില്ല. 2-ാമത്തെ മകനോട് പറഞ്ഞു നീ പോ. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പോകാം. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചത് അവിടെ പറയുന്നുണ്ട്. 1-ാമത്തെ മകൻ പറഞ്ഞത് ഞാൻ പോകത്തില്ല എന്നാണെങ്കിലും അവൻ അനുദപിച്ചു പോയി. 2-ാമത്തെ മകൻ പ്രൈസ് ആൻഡ് വർഷിപ്പിൽ എന്താ പറഞ്ഞത്? നീ നല്ലവൻ, നീ വലിയവൻ, നീ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. അത് ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലൊക്കെ പറയുമ്പോഴേക്കും വിശ്വാസം കൂടും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ പോയില്ല. ക്ലെയിം എന്താണ്? കർത്താവിലുള്ള വിശ്വാസം, ശരിയായ വിശ്വാസം, ഈ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം, അവകാശവാദങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? അവൻ പോയില്ല. എന്നാൽ മറ്റൊരു മകനെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അവന് ആത്മീകനല്ല, അവന് ക്ലെയിംസുകളില്ല,
അവൻ അവകാശവാദങ്ങളില്ല. പക്ഷെ അവൻ ജെന്യുവിൻ ഫെയ്ത്ത് ഉള്ളവൻ. അവൻ പിന്നീട് അനുദപിച്ചു പോയി. ഇനി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഈ ജനങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കാൻ വന്നു. അവര് ഭക്ഷണമില്ലാതെ ഏകാന്തമായ ഒരു സ്ഥലത്തായിരിക്കുന്നു. അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 37. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. യേശുവിനെ അവർ കർത്താവ് എന്ന് വിളിക്കുന്നു, മശി എന്ന് വിളിക്കുന്നു, ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. കർത്താവിന്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ്. കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും എന്ന് അവർക്ക് മനസ്സിലായി. അവർ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ആ കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സാധിക്കും. ഉടനെ അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത്, എനിക്ക് എന്ത് ജോലി കിട്ടിയാൽ എനിക്ക് ജീവിക്കാൻ പറ്റും, എത്ര സാലറി കിട്ടിയാൽ, ഇത്ര ശമ്പളം കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? ഇത്ര ശമ്പളം എനിക്ക് വേണം ജീവിക്കാൻ. ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ അവിശ്വാസമാണ്. ചില നാട്ടു വർത്തമാനങ്ങൾ ബിബ്ലിക്കൽ വേയിൽ ശരിയാണ്. മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്, വായ കീറിയവൻ അന്നം തരും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ജോലി ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. വേദപുസ്തകം ശക്തമായിട്ട് അതിനെ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ ജോലികൾ ലോകത്തിലുണ്ട്, ജോലികൾ ചെയ്യണം. പക്ഷേ ഇത്ര ശമ്പളം ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, ഇന്ന ജോലി കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഈ വിഷ വിത്തുകൾ, ജഡികമായ പൈശാചികമായ ഉപദേശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് ആരാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും കൺസേൺഡ് എന്തിനെ കുറിച്ചാണെന്നറിയാമോ? ഡ്രഗ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മദ്യത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മദ്യവും മയക്കുമരുന്നും. സങ്കടകരമായ കാര്യമാണ്. അവരുടെ ഉള്ളിൽ ഈ ലഹരി വസ്തു ഉപയോഗിച്ചാൽ നിനക്ക് വലിയ ആനന്ദം കിട്ടുമെന്ന് ആരുപദേശിച്ചു കൊടുത്തോ അയാൾ തന്നെയാണ് ഇതും പഠിപ്പിച്ചത്. ഏതാണ്? എനിക്ക് ഇത്ര ശമ്പളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ഇന്ന ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ഉപദേശിച്ചു കൊടുത്തതും അതേ വ്യക്തി തന്നെയാണ്. നമ്മൾ മറക്കരുത്. പറഞ്ഞു വരുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. ഇവരോട് കർത്താവ് പറഞ്ഞു, നീ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. കർത്താവാണ് പറഞ്ഞതെങ്കിൽ അത് അവന് സാധിക്കും എന്നവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ അവർ കണക്ക് കൂട്ടുകയാണ്. കണക്ക് കൂട്ടി ജീവിക്കാൻ ഒരു ദൈവ പൈതലായിരിക്കേണ്ട. ദൈവം പുലർത്തും, ദൈവം പുലർത്തും. ഞാൻ ജോലി ചെയ്യുന്നത് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അവൻ വേല ചെയ്യണം. പക്ഷെ വേലയല്ല എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, വേലയല്ല എൻ്റെ സന്തോഷത്തെ തീരുമാനിക്കുന്നത്, വേലയല്ല എൻ്റെ ജീവിത നിലവാരത്തെ തീരുമാനിക്കുന്നത്. വേലയല്ല, അല്ലെങ്കിൽ വേല എന്ന് പറഞ്ഞാൽ ഇൻകം അല്ല, സാലറി അല്ല എൻ്റെ ജീവിതത്തെ സക്സസ് ആക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. യാക്കോബ് പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുകയും അതേ നാവ് കൊണ്ട് അയ്യോ ഈ മാസത്തെ ശമ്പളം കുറഞ്ഞു പോയി അതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ അപമാനിക്കുകയാണ്. യാക്കോബ് തന്നെ പറയുന്നു, ഒരേ ഉറവയിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും വരുമോ? പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് പാളിച്ചകൾ വരാം, സംശയിച്ചു പോകാം. അപ്പോൾ അതിനെ പാപമായി കണ്ടിട്ട് ദൈവത്തോട് അനുദപിക്കണം. കോപിച്ചിട്ട് നമ്മൾ അനുദപിക്കാറുണ്ട്, നുണ പറഞ്ഞിട്ട് അനുദപിക്കാറുണ്ട്. പക്ഷെ അവിശ്വസിച്ചിട്ട് അനുദപിക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കർത്താവ് എന്നെ പുലർത്തും, കർത്താവ്
എൻ്റെ ജീവിതത്തെ നടത്തും. നമ്മുടെ ജീവിതത്തിൽ നുണ പറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഭയമാണ്. എവിടെ നിന്നുണ്ടാകുന്ന ഭയം? അവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. നുണ പറഞ്ഞില്ലെങ്കിൽ തോറ്റുപോകും. നുണ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പീഡിപ്പിക്കപ്പെടും. നുണ പറഞ്ഞില്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ എൻ്റെ കർത്താവ് ആരാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിനെയാണ് ഞാൻ കർത്താവ് എന്ന് വിശ്വസിക്കുന്നത്. ഇവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് കൊടുപ്പിൻ. എന്തിനാ കർത്താവ് അത് പറഞ്ഞത്? അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസം ജെനുവിൻ ഫെയ്ത്ത് ആണോ എന്ന് തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കുക. മറ്റൊരു ഭാഗത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 31 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജനതകളെയും അവന്റെ മുൻപിൽ കൂട്ടിവരുത്തും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്നത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ വിശപ്പ് ഇവർക്ക് തീർക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ ദാഹം അവർക്ക് തീർക്കാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് വേറൊരാളുടെ അനാഥത്വം അവർക്ക് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞത്? അവര് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? 2 കാര്യങ്ങൾ. ഒന്ന്, പങ്കിട്ടാലും തീരുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ പേടി പങ്കിട്ടാൽ കർത്താവിൽ വിശ്വാസം കൂടുന്തോറും മറ്റ് പലതിലുമുള്ള പിടി അഴിയും. അപ്പൊ കൂടുതൽ നമുക്ക് പങ്കിടാൻ പറ്റും. ഇവര് എന്തുകൊണ്ട് പങ്കിട്ടു? ഒന്ന്, ഞാനിത് പറയുന്നത് അവരെ ബോധപൂർവ്വം ചെയ്തെന്നല്ല, കാരണം അവരുടെ ജീവിതം അതായിത്തീർന്നു. അവർ പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അവർക്ക് പങ്കിടാനുള്ള പേടി പോയി. ഇവരും അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയതല്ല, പക്ഷേ വിശ്വാസത്താൽ അവർക്ക് അവരുടെ ട്രസ്റ്റ്, ആശ്രയം ദൈവത്തിലായതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് പങ്കിടാൻ കഴിഞ്ഞു. 2, അവർക്കറിയാം അവരിവിടെ സ്ഥിരവാസികളല്ല. കുറച്ച് കാലത്തേക്ക് ഓടിയിട്ട് കൈയഴിയേണ്ടതാണ് ഇതൊക്കെ. ഞാൻ പണിത വീടും എൻ്റെ കാറും എൻ്റെ ബാങ്ക് ബാലൻസും എൻ്റേതൊക്കെ. എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടത് സ്വത്തല്ല, വിശ്വാസമാണ്. സ്വത്ത് കൈമാറിയാൽ അവൻ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റത്തില്ല. സ്വത്തൊക്കെ തീർക്കാൻ എത്ര സമയം വേണം? 2 ഹോട്ടലിൽ കയറി 2 ബിരിയാണി അടിച്ച് തീരാനുള്ളതൊക്കെയല്ലോ നമ്മുടെ സ്വത്ത്. പക്ഷെ വിശ്വാസം കൈമാറും, അത് അവന് ജീവിതകാലം മുഴുവൻ പുലർത്തും. കാര്യം, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളും പോകും, നമ്മുടെ സ്വത്തും പോകും. പക്ഷെ കർത്താവ് പോകുന്നില്ല. കർത്താവ് നിത്യനാണ്. ഇവിടെ മറ്റൊരാൾ വിശന്നപ്പോൾ അവർക്ക് വിശപ്പ് തീർക്കാൻ കഴിഞ്ഞത് അവർക്ക് പങ്കിട്ടാൽ തീർന്നു പോകുമെന്നുള്ള പേടിയില്ല. കാരണം അവരുടെ ആശ്രയം അവരുടെ കയ്യിലെ പണത്തിലല്ല, വറ്റാത്ത ഉറവയായ ദൈവത്തിലാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരണം എന്നാ പറയുന്നത്. വെള്ളം കോരിയാൽ ഉറവിൽ നിന്ന് നല്ല വെള്ളം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വെള്ളം കോരാത്ത കിണറ്റിലെ വെള്ളം ദുഷിച്ചു പോകുന്നത്. ഉറവിൽ നിന്ന് പുതിയ വെള്ളം വരണമെങ്കിൽ വെള്ളം കോരണം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് യാക്കോബ് പറയുന്ന പ്രവൃത്തിയുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. യാക്കോബ് പ്രവൃത്തിയല്ല പഠിപ്പിക്കുന്നത്. പ്രവൃത്തിയിലൂടെ ആർക്കും രക്ഷയില്ല. പ്രവൃത്തിയിലൂടെ അല്ല രക്ഷ. ക്രിസ്തീയ വിശ്വാസം, ക്രിസ്തീയ പഠിപ്പിക്കൽ, വിശ്വാസത്തിലൂടെയാണ് രക്ഷ. പക്ഷേ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും.
നമ്മളെല്ലാവരും നമ്മളെ വിളിക്കുന്ന വിശ്വാസി എന്നാണ്. എല്ലാവർക്കും ആവശ്യം പോലെ ചിന്തയുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടണം. നമുക്ക് ഇനി 2:14 സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ആ വിശ്വാസത്തിന് അവൻ രക്ഷിക്കാൻ കഴിയുമോ? എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുവൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ശരീരരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്ത് പ്രയോജനം? അങ്ങനെ വിശ്വാസം പ്രവൃത്തികൾ ഇല്ലാത്തതിനാൽ സ്വതേ നിർജീവമാകുന്നു. അവിടെ ശ്രദ്ധിക്കണം, യാക്കോബ് പറയുന്നത് ഒരു പാവപ്പെട്ട വിശ്വാസിക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്താൽ വിശ്വാസമാകുമെന്നല്ല യാക്കോബ് പറയുന്നത്. യാക്കോബ് ഒരു ഉദാഹരണം എടുക്കുകയാണ്. അതായത് ഒരു പാവപ്പെട്ട വിശ്വാസി നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ വിശ്വസിച്ച അവന് ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ ആ വിശ്വാസത്തെ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമല്ല. അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് ഒരു പാവപ്പെട്ട വിശ്വാസിക്ക് ഭക്ഷണം കൊടുത്താലും വസ്ത്രം കൊടുത്താലും അത് വിശ്വാസമാകത്തില്ല. പക്ഷേ പാവപ്പെട്ട വിശ്വാസി വന്ന വിഷയത്തിലാണെങ്കിൽ അത് വിശ്വാസമാണ്, വേറൊരു കാര്യമാണ്. ദൈവം എന്നെ പുലർത്തുമെന്നുള്ളത് അത് വേറെ കാര്യമാണ്. 17-ാമത്തെ വാക്യം, അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതേ നിർജീവമാകുന്നു. എന്നാൽ ഒരുവൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ ഞാനും കാണിച്ചു തരാമെന്ന് പറയുമായിരിക്കും. 19-ാമത്തെ വാക്യം, ദൈവം ഏകൻ എന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അത് എന്നോട് ഞാൻ ചോദിക്കേണ്ടതാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ അത് കേവലമായ വിശ്വാസമാണ്, പ്രയോജനമില്ലാത്ത വിശ്വാസമാണ്. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിൽ നിങ്ങളിത് മനസ്സിലാക്കണം. അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, യെസ്, ദിസ് ഈസ് റൈറ്റ് ഫെയ്ത്ത്. പ്രവൃത്തിയാണ് തെളിയിച്ചത്, ഇത് യഥാർത്ഥ വിശ്വാസമാണ്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ കാണുന്നു. അപ്രകാരം രാഹാബ് എന്ന വേശ്യയും, അത് പഴയ നിയമത്തിലുള്ള സംഭവമാണ്, നിങ്ങൾക്ക് അതറിയാം, എബ്രായ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. നമുക്കറിയാം, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വേദപുസ്തകത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരധ്യായം മുഴുവൻ പറയുന്ന ചില വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച്, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ച്. അങ്ങനെ ചില വിഷയങ്ങളെക്കുറിച്ച് വളരെ അധികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. നമ്മളെല്ലാവരും ഈ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതമായി മാറട്ടെ. കേവലം ചിന്തകളല്ല, കേവലം ആഗ്രഹങ്ങളല്ല, കേവലം ഉപദേശങ്ങളല്ല, അത് യഥാർത്ഥ വിശ്വാസമായി പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെടട്ടെ. ആ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിനാണ് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നത്. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.